ഹലോ, നമ്മൾക്ക് ലെറ്റ്സ് സീ മാച്ച് ബോക്സ് ടുഡേ. മാച്ച് ബോക്സ് നിങ്ങളുടെ ലെസണിലെ ഫോക്കസ് ഏരിയയാണ്. പ്ലസ് ടുക്കാരുടെ ഫോക്കസ് ഏരിയയിലെ ഒരു ലെസണാണ്, ഇമ്പോർട്ടൻറ്റ് ലെസണാണ് മാച്ച് ബോക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ചോദിക്കുന്നത് നോമിറ്റ അല്ലെങ്കിൽ അജിത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും. പിന്നെ നമ്മൾ ഇന്നത്തെ ഈ പർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവരുടെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ എഴുതുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ കുറച്ച് എഡിറ്റിങ്, പിന്നെ നിങ്ങളുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാനുള്ള കുറച്ച് വേർഡ്സും ഒക്കെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇൻ ദ ക്വസ്റ്റ്യൻ ഓൺ ഡിസ്ക്രൈബിങ് എ പേഴ്സൺ, you will be asked to write about a particular person you have studied about in the text or in the lesson. So while you are describing a person or when you are writing a character sketch, we usually mention the name of his parents, his place of birth, his appearance, physical appearance, പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അയാൾക്ക് ഗുഡ് ക്വാളിറ്റീസ് ഉണ്ടോ, അയാൾക്ക് ബാഡ് ക്വാളിറ്റീസ് ഉണ്ടോ, അയാളുടെ അച്ചീവ്മെൻറ്റ്സ്, ഇതൊക്കെയാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഏതൊരു ക്യാരക്ടറിനും ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും കാണുമല്ലോ. അപ്പോൾ അത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് എന്തൊരു ക്യാരക്ടറാണ്, അയാളുടെ ക്യാരക്ടറിൻ്റെ ഏത് ഒരു സവിശേഷതയാണ് നിങ്ങളെ ആകർഷിച്ചത് എന്നൊക്കെ പറഞ്ഞാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ വി ഓൾസോ വിൽ ഇൻക്ലൂഡ് ദ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ അബൌട്ട് ഹിം. പിന്നെ ഇത് ഒത്തിരി വാരി വലിച്ച് നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല, അബൌട്ട് 60 വേർഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നൊന്നും നോക്കാം. ഈ നൊമിതയെക്കുറിച്ച് ഇതിനകത്ത് നമുക്ക് നോക്കിയേ, ഇത് ഒരു ക്യാരക്ടർ സ്കെച്ചല്ല, ഇത് ആസ് എ ഹോൾ. നിങ്ങൾ ഇൻട്രൊഡക്ഷനായിട്ട് ഇതല്ല കൊടുക്കേണ്ടത്, ഇത് ഇടയ്ക്ക് നമുക്ക് ഇത് നൊമിതയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുമ്പോൾ നൊമിതയെക്കുറിച്ച് എഴുതിയിട്ട് ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ട് ഒക്കെ പറയേണ്ട കാര്യമാണ് ഇത് കേട്ടോ. Matchbox is very calm and harmless in its outward look. എന്ന് പറഞ്ഞാൽ പുറമേ നോക്കുമ്പോൾ മാച്ച് ബോക്സ് വളരെ കാം ആൻഡ് ഹാംലെസ് ആണ്, അല്ലേ? ഇറ്റ് വിൽ നോട്ട് ബേൺ ബൈ ഇറ്റ് സെൽഫ്, ബട്ട് ഇറ്റ് ഹാസ് എ പവർ ടു ബേൺ എ ഫോറസ്റ്റ്. അപ്പോൾ ഇത് ഒരിക്കലും ഈ തീപ്പെട്ടി എന്ന് പറയുന്നത് തന്നെ കത്തില്ല, പക്ഷേ ഇറ്റ് ഹാസ് ദ പവർ ടു ബേൺ എ ഹോൾ ഫോറസ്റ്റ്. സോ ആർ വിമൻ. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ഓർക്കണം, വിമൻ സ്പെല്ലിങ് നോക്കുക, WOMEN അത് പ്ലൂറലാണ്, WOMAN വുമൺ അത് സിംഗുലറാണ്. ഇനി ദേ ക്യാൻ ബി സീൻ ഇൻ ദ കിച്ചൺ, ഗാർഡൻ, പാൻട്രി, ക്വയറ്റ്ലി വർക്കിംഗ് ഫോർ ഹർ ഫാമിലി. ഈവൻ ഇഫ് ദേ ആർ സഫറിങ് ദേ വോണ്ട് അറ്റർ എ വേർഡ് അഗൻസ്റ്റ് ഹർ ഫാമിലി. അപ്പോൾ അവർ ഇഷ്ടം പോലെ സഹിക്കുന്നുണ്ട്, അവർ അടുക്കളയിലും തോട്ടത്തിലും പിന്നെ കിച്ചണിലും ഒക്കെ അവർ ഒത്തിരി സഹിക്കുന്നുണ്ട്. ഈവൻ ഇഫ് ദേ ആർ സഫറിങ്, അവർ സഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ ദേ വിൽ നോട്ട് അറ്റർ എ വേർഡ് അഗൻസ്റ്റ് ഹർ ഫാമിലി. ദ മെൻ നോ ദാറ്റ്. ദാറ്റ്സ് വൈ ദേ ലീവ് ദം സ്കാറ്റേർഡ് കെയർലെസ്ലി ഇൻ ദ കിച്ചൺ, ഇൻ ദ പാൻട്രി, ഇൻ ദ ബെഡ്റൂം, ഹിയർ, ദെയർ ആൻഡ് എവ്രിവെയർ. But women are meek and silent, but she will react and question when she feels like avoided or insulted. പക്ഷേ അവർ എപ്പോഴും ഇങ്ങനെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കണം എന്നില്ല. അവരെ ഇൻസൾട്ട് ചെയ്യുകയോ അവരെ അവോയ്ഡ് ചെയ്യുകയോ ഒക്കെ തോന്നുമ്പോൾ ചിലപ്പോൾ അവർ എക്സ്പ്ലോഡ് ചെയ്യും എന്നാണ് നമ്മുടെ ലെസണിൽ പറയുന്നത്. അവർ പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും, അല്ലേ? ഇനി ബേൺസ് ലൈക്ക് എ ക്യാൻഡിൽ, മെൽറ്റിംഗ് ഫോർ അതേഴ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സ്ത്രീകൾ ഓർ ദേ ബേൺ ലൈക്ക് എ ക്യാൻഡിൽ ആൻഡ് ദേ മെൽറ്റ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകി തീരുന്ന ജീവിതമാണ് അവരുടേത്. അതേസമയം തന്നെ ഉരുകിത്തീരുമ്പോൾ തന്നെ അവർ പ്രകാശം കൊടുക്കുന്നുണ്ട്, അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. അറ്റ് ദ സെയിം ടൈം, ഈവൻ ഇഫ് ദേ ആർ മെൽറ്റിംഗ്, അറ്റ് ദ സെയിം ടൈം ദേ ആർ ഗിവിങ് ലൈറ്റ് ടു അതേഴ്സ്. അപ്പോൾ എങ്ങനെയാണ് ഒരു മദർ എന്ന് പറയുന്നത്? കുട്ടികൾക്ക് വെളിച്ചമാണ്, വീട്ടിലെ മറ്റുള്ള അംഗങ്ങൾക്ക് വെളിച്ചമാണ്, അല്ലെങ്കിൽ വെളിച്ചമാകണം. ഇതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് എന്താണ്, സോ ലിറ്റിൽ ക്യാൻ ഡു സോ ബിഗ് ഈസ് വാട്ട് എ വുമൺ ഈസ്. അപ്പോൾ അത് നിങ്ങളുടെ HSS ലൈവിൻ്റെ പോർഷനിൽ കിടക്കുന്നതാണ്, സൈറ്റിൽ കിടക്കുന്ന ഒരു വേർഡ്, ഒരു സെൻറ്റൻസ് ഞാൻ എടുത്തിട്ടതാണ്. സോ ലിറ്റിൽ ക്യാൻ ഡു സോ ബിഗ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഏറ്റവും നിസ്സാരമായിട്ട് കാണുന്ന ഒരു സാധനത്തിനായിരിക്കും ഏറ്റവും എന്തെങ്കിലും പവർഫുള്ളായിട്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പം ഈസ് വാട്ട് എ വുമൺ ഈസ്. ഇനി നമുക്കൊരു കുറച്ച് വേർഡ്സ് നോക്കി. ഈ വാക്കുകൾ നിങ്ങൾ ബൈ ഹാർട്ട് ആക്കണം. ഇത് എവിടെയെങ്കിലും നിങ്ങൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോഴോ അല്ലെങ്കിൽ എസ്സേ എഴുതുമ്പോഴോ ഒക്കെ ഈ വാക്കുകൾ തീർച്ചയായിട്ടും വരുന്നതാണ്. അബ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? മോശമായി പെരുമാറുക.
പിന്നെ സബ്സ്റ്റാൻഷിയേറ്റ്, ഇതൊക്കെ ഓർത്ത് വയ്ക്കണം, പഠിക്കണം. ഒരൊറ്റ പ്രാവശ്യം ഇപ്പം തന്നെ നിങ്ങൾ ബുക്ക് എടുത്തൊന്ന് വെച്ച് എഴുതിക്കോ, ശരി വയ്ക്കുക. പിന്നെ ഡെലിബറേറ്റ്, മനഃപൂർവ്വം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട്. പിന്നെ ഇൻഡിഗ്നൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലാത്ത, സില്ലി, ഒന്നുമല്ലാത്ത അവസ്ഥ. അപ്പോൾ ഈ വാക്കുകളൊക്കെ നിങ്ങൾ ഇപ്പം തന്നെ ഒരു പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുമ്പോഴോ ഗൈഡ് വായിക്കുമ്പോഴോ എന്ത് വായിച്ചാലും പഠിക്കാനായിട്ട് നിങ്ങൾ വായിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന വേർഡ്സ് ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ എഴുതണം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എഴുതി നോക്കണം, പിന്നെ അത് മറക്കില്ല. ഇനി നമുക്ക് നോക്കാം. ഇനി എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇതുണ്ടോ 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ് എഡിറ്റിംഗ് വന്നിരിക്കുന്നത്. The passage given below contains a few errors in CONCORD and in the use of tenses, prepositions and articles. Edit the passage for these errors. ഇപ്പോൾ എറേഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക. CONCORD എന്താണെന്ന് വല്ല ഓർമ്മയുണ്ടോ? CONCORD സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ് അല്ലേ. നോക്കിയേ, നമുക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാനുള്ള എന്തൊക്കെയാണെന്ന് നോക്കിക്കേ നിങ്ങൾ. There was termites in the wooden box. They grew upwards from the bottom left corner in the shape of serpent. It was quite some time since he had opened the box. What could he do about the trail of mud created by the termites? If he did not destroy it immediately, it would spread over the whole box and eat up everything that was at it. നമ്മൾ എഡിറ്റിംഗ് കാണുമ്പോൾ നിങ്ങൾ ശരിക്കും നമ്മളിത് ഫസ്റ്റ് ടൈം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു തെറ്റും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഓരോ സെൻറ്റൻസും ഒരു 2 ടൈംസ്, ഇത് നിങ്ങൾ ഓർത്തിരിക്കുക, ഓരോ സെൻറ്റൻസും 2 ടൈംസ് വായിക്കണം. അപ്പം നോക്കി, ദർ വാസ് ടെർമൈറ്റ്സ് ഇൻ ദ വുഡൻ ബോക്സ്. ഇവിടെ എന്താണ് തെറ്റ്? ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് വാസ് എന്നുള്ളത്. അപ്പം എന്താണ്? ടെർമൈറ്റ്സ് എന്ന് പറയുന്നത് പ്ലൂറലാണ് അല്ലേ. അപ്പോൾ അവിടെ എന്ത് വരണം? ദർ വാസിന് പകരം എന്ത് വരണം? there were termites in the wooden box. They grew upwards from the bottom left corner in the shape of serpent എന്നുള്ളൂ. shape of a serpent വേണം കേട്ടോ. ഇനി it was quite some time since he had opened the box. അവിടെ തെറ്റൊന്നുമില്ല. it was quite some time since he had opened the box. What could he do about the trail of mud created by the termites? ഇവിടെ തെറ്റൊന്നുമില്ല. What could he do about the trail of mud created by the termites? നെക്സ്റ്റ് സെൻറ്റൻസ്, if he did not destroyed. അവിടെ എന്താ തെറ്റ് വന്നിരിക്കുന്നത്? 2 പാസ്റ്റ് ടെൻസ് വന്നിട്ടുണ്ട്. ഡിഡ് എന്നുള്ളതും വന്നിട്ടുണ്ട്, ഡിസ്ട്രോയിഡ് എന്നും വന്നിട്ടുണ്ട്. അപ്പോൾ ഡിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തതിൽ ആ വെർബിൽ ഇത് പാസ്റ്റ് ടെൻസ് ചേർക്കണ്ട. അപ്പോൾ എങ്ങനെ വരും? if he did not destroyed വേണ്ട, destroy it immediately, it would spread over the whole box and eat up everything that was at it അല്ല, that was on it. ഓക്കെ, ഇനി നോക്കിയാൽ 2018 സേ എക്സാമിൽ വന്ന ക്വസ്റ്റ്യനാണ് എറേഴ്സ് കണ്ടുപിടിക്കാൻ. എ ബഗർ ഹാഡ് ബീൻ സിറ്റിംഗ് ബൈ ദ സൈഡ് ഓഫ് എ റോഡ് ഫോർ ഓവർ 30 years. One day a stranger walked on. Spare some change, mumbled the beggar, mechanical, holding out his baseball cap. I have nothing to give you, said the stranger. Then he asked, what's that you are sitting on? Nothing, replied the beggar, just an old box. Ever look inside? asked the stranger. No, said the beggar. Have a look inside, insisted the stranger. The beggar was astonished to see that the box was filled with gold. ഇവിടെ നമുക്ക് എന്താണ്, ഇത് പാസ്റ്റ് ടെൻസിൽ കൊടുത്തിരിക്കുന്നതാണ്. പെർഫെക്റ്റ് ടെൻസൊക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം നമുക്ക് എന്താ മിസ്റ്റേക്ക് എന്നൊന്ന് നമുക്ക് നോക്കാം കേട്ടോ. എ ബഗർ ഹാഡ് ബീൻ സിറ്റിംഗ് ബൈ ദ സൈഡ് ഓഫ് എ റോഡ് ഓവർ 30 years. വൺ ഡേ എ സ്ട്രേഞ്ചർ വാക്ക് ഓൺ എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടേ ഇരിക്കുക എന്നാണ്. അപ്പോൾ വാക്ക്ഡ് ബൈ എന്ന് പറഞ്ഞാൽ നടന്ന് അയാളുടെ അടുത്തെത്തി എന്നാണ്. വൺ ഡേ എ സ്ട്രേഞ്ചർ വാക്ക്ഡ് ബൈ. സ്പെയർ സം ചേഞ്ച്, മബിൾഡ് ദ ബെഗർ, മെക്കാനിക്കലി ഹോൾഡിംഗ് ഔട്ട് ഹിസ് ബേസ്ബോൾ ക്യാപ്പ്. ഐ ഹാവ് നത്തിങ് ടു ഗിവ് യു, സെഡ് ദ സ്ട്രേഞ്ചർ. ദെൻ ഹി ആസ്ക്ഡ്, വാട്ട്സ് ദാറ്റ് യു ആർ സിറ്റിംഗ് ഓൺ? നത്തിങ്, റിപ്ലൈഡ് ദ ബെഗർ, ജസ്റ്റ് ആൻ ഓൾഡ് ബോക്സ്. എവർ ലുക്ക് ഇൻസൈഡ്. എപ്പോഴെങ്കിലും ഇയാൾ എന്താണ്, ബെഗർ എവിടെയാണ്? ഒരു ബോക്സിനകത്താണ് ഇരിക്കുന്നത്. അപ്പം ബോക്സിന് പുറത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വോക്കർ നടന്നു വന്നിട്ട് സ്ട്രേഞ്ചർ ചോദിക്കുകയാണ്, എവർ ലുക്ക് ഇൻസൈഡ്, എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ബോക്സിനകത്ത് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് വേണ്ടത്? എവർ ലുക്ക്ഡ് ഇൻസൈഡ്, പാസ്റ്റ് ടെൻസ് ആണ്. എപ്പോഴെങ്കിലും നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ആസ്ക്ഡ് ദ സ്ട്രേഞ്ചർ. നോ, സെഡ് ദ ബെഗർ. ഹാവ് എ ലുക്ക് ഇൻസൈഡ്. അപ്പം
അപ്പോൾ പെട്ടി ഒന്ന് തുറന്ന് നോക്കാൻ ഈ ബെഗർ പറഞ്ഞു. ഇൻസിസ്റ്റഡ് ദ സ്ട്രേഞ്ചർ. ദ ബെഗർ വാസ് അസ്റ്റോണിഷ്ഡ് ടു സീ ദാറ്റ് ദ ബോക്സ് വാസ് ഫിൽഡ് വിത്ത് ഗോൾഡ്, അല്ല ഫിൽഡ് വിത്ത്, കാരണം അതിനകത്തുണ്ട് ആ ബോക്സ് നിറച്ച് ഗോൾഡായിരുന്നു എന്ന് ഇയാൾ കണ്ടു. അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസിലാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ലുക്ഡ്, ഫിൽഡ് വിത്ത്, വോക്ക്ഡ് ബൈ ഒക്കെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എറേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. എറേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പാസ്റ്റ് സെൻറ്റൻസ് അല്ലെങ്കിൽ ആ പാരഗ്രാഫ് നിങ്ങൾ വായിക്കുമ്പോൾ, പെട്ടെന്നൊന്ന് വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു തെറ്റും കണ്ടൊന്നും വരില്ല. അപ്പോൾ ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കുക. നിങ്ങൾ +2 ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കൊച്ചു ക്ലാസ്സിലെ പോലെ ഇങ്ങനെ അണ്ടർലൈൻ ഒന്നും ചെയ്ത് തരത്തില്ല. 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് തരുമായിരുന്നു എഡിറ്റ് വരുന്നത് എവിടെയാണ്. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾക്ക് അങ്ങനെ വരില്ല. അപ്പോൾ നിങ്ങൾ ആ ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ കാണും ഇത് എന്ത് ടെൻസാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം. പാസ്റ്റ് ടെൻസ് ആണോ പ്രസൻറ്റ് ടെൻസ് ആണോ എന്നൊക്കെ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എഡിറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? ഇനി ഒരു ക്യാരക്ടർ സ്കെച്ചാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഡു യു തിങ്ക് ദാറ്റ് നോമിറ്റ, ദ ക്യാരക്ടർ ഇൻ ആൻ ആശാപൂർണ ദേബീസ് സ്റ്റോറി മാച്ച്ബോക്സ്, ആക്റ്റഡ് ഇമ്പൾസീവ്ലി വിതൗട്ട് തിങ്കിങ് അബൌട്ട് ദ കോൺസിക്വൻസസ്? Or is she a brave woman who questions her husband's selfish ways? Prepare a character sketch of Nomita. ഇപ്പം നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിച്ച് നമുക്ക് സംഭവം മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നും കൂടി എഴുതണം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു ആൺകുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയായിരിക്കാം ഈ വീഡിയോ കേൾക്കുന്നയാൾ. അപ്പം നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ കൂടി എഴുതി ചേർക്കുന്നത് നല്ലതായിരിക്കും അവസാനം. ഇൻ മൈ ഒപ്പീനിയൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടോ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കി. നോമിറ്റ ഈസ് ദ വൈഫ് ഓഫ് അജിത്. ഷീ ലിവ്സ് ഇൻ എ ജോയിൻറ്റ് ഫാമിലി വിത്ത് 26 members. ഷീ കംസ് ഫ്രം എ poor family. ഷീ ഗോട്ട് മാരീഡ് ഇൻ ടു എ റിച്ച് ഫാമിലി. Her mother is a widow. Nomita has no brothers or sisters. She is called Queen by her mother. അപ്പോൾ അതുപോലെ ക്വീനായിട്ട് അവളുടെ സ്വന്തം വീട്ടിൽ വാഴുന്ന അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ക്യാരക്ടറാണ് നോമിറ്റ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താണ്, ഇവിടെ ഒരു ജോയിൻറ്റ് ഫാമിലിയിലാണ് അവൾ താമസിക്കുന്നത്. 26 members ഉള്ള ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ. ഷീ കംസ് ഫ്രം എ പുവർ ഫാമിലി. ഷീ ഗോട്ട് മാരീഡ് ഇൻ ടു എ റിച്ച്. അപ്പോൾ പുവർ ഫാമിലിയാണ്, ഒത്തിരിയേറെ കൂലിപ്പണി ചെയ്താണ് ഇവരുടെ പേരൻസ് ഇവളെ വളർത്തിക്കൊണ്ട് വന്നത്. ഇപ്പോൾ അവൾ വിവാഹം കഴിപ്പിച്ച് വിട്ടിരിക്കുന്ന ഒരു ഭയങ്കര റിച്ച് ഫാമിലിയിലാണ്. നമ്മുടെ അജിത്തേട്ടനാണ് കെട്ടിയത്. ഇനി ഹർ മദർ ഈസ് എ വിഡോ. നോമിത ഹാസ് നോ ബ്രദേഴ്സ്. അപ്പോൾ നോമിതയ്ക്ക് ബ്രദേഴ്സ് സിസ്റ്റേഴ്സും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഷീ ഈസ് കോൾഡ് ക്വീൻ ബൈ ഹർ മദർ. അമ്മ അവളെ കൊച്ചു റാണി എന്നാണ് വിളിച്ചത്, രാജ്ഞി എന്നാണ് ഇവളെ വിളിച്ചിരുന്നത്. ഇനി നോമിറ്റാസ് മദർ ഓഫൺ റിക്വസ്റ്റ് ഫോർ മണി. അജിത് ഈസ് നോട്ട് ടു ഹാപ്പി ബിക്കോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഡിമാൻഡ്സ് ഫ്രം ഹിസ് മദർ ഇൻ ലോ. അപ്പോൾ എന്താണ് ചെയ്തത്, നോമിതയുടെ മദർ മിക്കവാറും ഇവളോട് പൈസ ചോദിക്കാറുണ്ട്. കാരണം പുവർ ഫാമിലിയാണ്. ഇവിടെ റിച്ച് ഫാമിലിയാണ് അജിത്ത് റിച്ച് ഫാമിലിയാണ്. അപ്പം പൈസ ചോദിക്കുന്നത്. പക്ഷേ അജിത്ത് ഈസ് നോട്ട് ഹാപ്പി ബിക്കോസ് ഓഫ് ഹിസ് ഫിനാൻഷ്യൽ ഡിമാൻഡ്സ് ഫ്രം ഹിസ് മദർ ഇൻ ലോ. അപ്പോൾ ഈ മദർ ഇൻ ലോ എന്ന് പറയുന്ന ആരാണ്? അമ്മായിയമ്മ. അജിത്തിൻ്റെ അമ്മായിയമ്മ ആരാണ്? നോമിതയുടെ അമ്മായി. ചോദിക്കുന്നത് ഒട്ടും അജിത്തിന് ഇഷ്ടമില്ല. ലെറ്റേഴ്സ് റിക്വസ്റ്റിംഗ് ഫോർ മണി കം ടു അജിത്ത് ആൻഡ് സംടൈംസ് ഹി ഡസൻറ്റ് ഈവൺ ഷോ ദം ടു നോമിറ്റ. അപ്പോൾ ആരുടെ പേരിലാണ് നോമിതയ്ക്ക് വരുന്ന ലെറ്റേഴ്സ്? ഒരിക്കലും ഈ അജിത്ത് മിക്കവാറും തന്നെ, അല്ലെങ്കിൽ ലെറ്റേഴ്സ് റിക്വസ്റ്റിംഗ് ഫോർ മണി കം ടു അജിത്തിനാണ് വരുന്നത് അല്ലേ. ആൻഡ് സംടൈംസ് ഹി ഡസൻറ്റ് ഈവൺ ഷോ ദം ടു നോമിതയെ അത് കാണിക്കാറ് പോലുമില്ല. വൺ ഡേ വൈൽ കളക്ടിങ് ദ soiled clothes for giving the washer woman, Nomita sees a letter in the pocket of Ajit. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് കഥയൊക്കെ അറിയാം അല്ലേ. അപ്പോൾ എന്താണ് ഈ ഡേർട്ടി ആയിട്ടുള്ള ഡ്രസ്സ് കഴുകാനായിട്ട് വാഷർ വുമൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് ഇവള് ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ ഷീ സീസ് എ ലെറ്റർ ഇൻ ദ പോക്കറ്റ് ഓഫ് അജിത്തിൻ്റെ പോക്കറ്റിലൊരു ലെറ്റർ കണ്ടു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇറ്റ് ഈസ് ടോൺ ആൻഡ് ക്രംബിൾഡ്. അത് കീറി ചുരുണ്ട് കൂടിയിരിക്കുകയാണിത്. ഇറ്റ് ഈസ് അഡ്രസ് ടു ഹർ. അപ്പോൾ എന്താണ്, ഇവളുടെ പേരിലാണ് ലെറ്റർ വന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് അഡ്രസ്ഡ് ടു ഹർ ആൻഡ് ഫ്രം ദ പോസ്റ്റ് മാർക്ക് ഷീ നോസ് ഇറ്റ് കെയിം സം 3 days ago. അപ്പോൾ അവൾക്ക് പോസ്റ്റ് മാർക്ക് അല്ലെങ്കിൽ പോസ്റ്റൽ സീല് കണ്ട് അവൾക്ക് മനസ്സിലായി. ഇറ്റ് കെയിം സം 3 days ago. 2-3 ദിവസം മുമ്പാണ് ഈ ലെറ്റർ വന്നിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. നോമിത ചൂടായോ? നോമിത ഈസ് വെരി അൺഹാപ്പി ആൻഡ് ദാറ്റ് അജിത്ത് റെഡ്സ് ഓൾ ഹർ ലെറ്റേഴ്സ്. അപ്പോൾ എങ്ങനെയാണ് നോമിതയ്ക്ക്
നൊമിതയ്ക്ക് പെട്ടെന്ന് സങ്കടം വന്നു. കാരണം എന്താ, ദാറ്റ് അജിത്ത് റെഡ്സ് ഓൾ ഹർ ലെറ്റേഴ്സ്, അവൾക്ക് വരുന്ന ലെറ്ററെല്ലാം അജിത്ത് വായിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായപ്പോൾ ഭയങ്കര വിഷമമായി. ഹി റെഡ്സ് ദം ടു എൻഷ്യൂർ ദാറ്റ് ഷീ ഹാസ് നോ സീക്രട്ട് ലവേഴ്സ്. അപ്പോൾ അങ്ങനെ അത് ഭയങ്കര തമാശ രൂപത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചതാണ്. നിനക്ക് സീക്രട്ട് ലവേഴ്സ് ഒന്നും ഇല്ലയെന്ന് ഞാനൊന്ന് അറിയണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ലെറ്റർ വായിച്ചതെന്ന് അജിത്ത് പറയുന്നുണ്ട്. നമിത കോൾസ് ഹിം എ കോമൺ വൾഗർ. ഇത് കേട്ട പാതി. അപ്പം ഒരു സ്ത്രീക്കും അങ്ങനെയൊന്നും ഇഷ്ടപ്പെടില്ല. കാരണം സ്വന്തം ഒരു ഐഡൻറ്റിറ്റിയെ ചെറുതായിട്ട് കാണിക്കുന്ന ആ ഒരു എന്താണ് സർക്കംസ്റ്റൻസ് ഒരു വുമണും ദേ വോണ്ട് സഫർ. അപ്പം നമിത കോൾസ് ഹിം എ കോമൺ വൾഗർ. നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സ് ശരിക്കും കാണാതെ പഠിക്കണം കേട്ടോ. നമിത കോൾസ് ഹിം എ കോമൺ വൾഗർ മാൻ. ഒരു സാധാരണക്കാരനായൊരു ഇത്ര വിവരമില്ലാത്ത വിലകെട്ട മനുഷ്യനായിട്ട് ഇവളെ അജിത്തിനെ ഇവൾ വിളിക്കുകയാണ്. കോൾസ് ഹിം എ കോമൺ വൾഗർ മാൻ. യു ആർ ചീപ്പ് എന്നൊക്കെ നമ്മൾ പറയല്ലേ, അത് തന്നെ. അപ്പോൾ കോമൺ വൾഗർ മാൻ, ഇത്ര വില കുറഞ്ഞ മനുഷ്യനായി പോയല്ലോ. ആൻഡ് ഹീ കോൾസ് ഹർ ദ ഡോട്ടർ ഓഫ് എ, അതിന് പകരമായിട്ട് അവനെന്താ വിളിക്കുന്നത്, ഹീ കോൾസ് ഹർ ദ ഡോട്ടർ ഓഫ് എ ഡങ് പിക്കർ. ചാണകം വാരുന്നവളുടെ മകളല്ലേ നീ എന്നൊക്കെ ഇവനും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. നമിത ഈസ് എൻറേജ്ഡ് അറ്റ് ദിസ് ഇൻസൾട്ട്. എൻറേജ്ഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യപ്പെടുന്നു അല്ലേ. നമ്മുടെ സ്റ്റേറ്റസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വാക്കുകളോ അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ താഴ്ന്ന തരത്തിൽ ഇങ്ങനെ ചിത്രീകരിച്ച് കാണിക്കുന്ന വാക്കുകളോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ശരിക്കും ദേഷ്യം വരും അല്ലേ. നമിത ഈസ് എൻറേജ്ഡ് അറ്റ് ദിസ് ഇൻസൾട്ട് ആൻഡ് ഷീ സെറ്റ്സ് ഫയർ ടു ഹർ സാരി. എന്താ സാരിയിൽ തീ വയ്ക്കാൻ തുടങ്ങി. അജിത് സോൺ കംസ് ആൻഡ് പുട്ട്സ് ഔട്ട് ദ ഫയർ. പെട്ടെന്ന് തന്നെ വന്ന് പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഫ്രേസാണ് അല്ലേ. തീ കെടുത്തി കളഞ്ഞു. നൊമിറ്റ ഓഫൺ മേക്സ് ഫേസസ് എന്ന് പറഞ്ഞാൽ എന്താ, മേക്ക് ഫേസസ് എന്ന് പറഞ്ഞാൽ എന്താ, മേക്ക് ഫേസസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ ഡിസ്കംഫർട്ട് കാണിക്കുക അല്ലെങ്കിൽ ഒരു അൺഈസിനെസ് കാണിക്കുക, എന്താ പുച്ഛഭാവത്തിലൊക്കെ മുഖം കാണിക്കുക, അതിനൊക്കെയാണ് നൊമിത ഓഫൺ മേക്സ് ഫേസ്. ഷീ ക്യാൻ ടെൽ ലൈസ്, ഷീ ക്യാൻ ഫോർഗെറ്റ് തിങ്സ് ഫാസ്റ്റ്, ഷീ സെസ് നോബ് ആൻഡ് ഷീ ഹാസ് ഫോർഗട്ടൺ വേർ ഷീ കെയിം ഫ്രം. അപ്പോൾ ഇതാണ് എന്താണ് ഇത് ഒരു കൺക്ലൂഷനായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് നൊമിതയുടെ ക്യാരക്ടർ എന്താണ്. ഷീ ക്യാൻ ടെൽ ലൈസ് എന്താണ് പറയാം, ഷീ ക്യാൻ ഫോർഗെറ്റ് തിങ്സ് ഫാസ്റ്റ്. അപ്പോൾ അവൾ എവിടെ നിന്നാണ് വന്നത്, ഏറ്റവും ഒരു ലോ ബേസ്, നമ്മുടെ ആമാത്മി അല്ലേ, ആമാത്മി എന്നൊന്നും പറയരുത്, കോമൺ ഒരു വുമണാണ്. അപ്പോൾ ഏറ്റവും താഴേക്കിടയിൽ നിന്ന് വന്ന ആളാണ്. പക്ഷേ ഷീ ക്യാൻ ഫോർഗെറ്റ് തിങ്സ് ഫാസ്റ്റ്, പെട്ടെന്ന് തന്നെ ഇതെല്ലാം പഴയ കാലങ്ങളിലെ ഇവൾ മറന്നുപോയി. ഷീ സെസ് സ്നോബ്, ഒരു സ്നോബറി എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് പൊങ്ങച്ചം എന്നൊക്കെ പറയില്ലേ. ആൻഡ് ഷീ ഹാസ് ഫോർഗട്ടൺ വേർ ഷീ കെയിം ഫ്രം, അവൾ എവിടുന്ന് വന്നതെന്നൊക്കെ അവൾ മറന്നുപോയി, അവളുടെ റൂട്ട് എവിടെയാണ്. ഹർ ആക്ഷൻ ഓഫ് ട്രൈങ് ടു ബേൺ ഹെർസെൽഫ് വാസ് ഇമ്പൾസീവ് ബിഹേവിയർ. പെട്ടെന്ന് ഇമ്പൾസീവ്, ചാടിയെടുക്കുന്ന ഒരു ഇമ്പൾസീവ് ബിഹേവിയർ ആയിരുന്നു ടു സെറ്റ് ഫയർ ഓൺ ഹർ സാരി. സോ ദിസ് ഈസ് നോട്ട് ഡിമാൻഡഡ്. ഷീ ഡിഡ് ദാറ്റ് വിതൗട്ട് തിങ്കിങ് ഓഫ് ദ കോൺസിക്വൻസസ്. വരാൻ പോകുന്ന റിസൾട്ട്സിനെ ഒന്നും അവൾ ചിന്തിച്ചില്ല, അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ആൻഡ് ഷീ ഡിഡ് ദാറ്റ് വിതൗട്ട് തിങ്കിങ് ഓഫ് ദ കോൺസിക്വൻസസ്. ഫോർ എ മാരീഡ് വുമൺ ലൈക്ക് ഹർ സച്ച് ബിഹേവിയർ ഈസ് ബാഡ്. അപ്പോൾ ഒരു വിവാഹിതയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഭാര്യയെ സംബന്ധിച്ച് അത്തരം ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ബാഡ്. ഐ ഡു നോട്ട് തിങ്ക് ഷീ ഈസ് എ ബ്രേവ് വുമൺ ബട്ട് ആൻ ഇമ്പൾസീവ് ആൻഡ് തോട്ട്ലെസ് വുമൺ. അപ്പോൾ ഇത് ആരുടെയോ ഒരു അഭിപ്രായമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഐ ഡു നോട്ട് തിങ്ക് ഷീ ഈസ് ഒരു ബ്രേവ് വുമൺ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബട്ട് ആൻ ഇമ്പൾസീവ് ആൻഡ് തോട്ട്ലെസ് വുമൺ ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ ഇത് ഞാൻ പെയിൻ പോയിൻറ്റ്സ് മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വുമണെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് പറയാം, അല്ലെങ്കിൽ ഫോർ ആൻഡ് എഗൻസ്റ്റ് പറയാം, അവർക്ക് സപ്പോർട്ടായിട്ടും അല്ലാതെയും പറയാം. അതുപോലെ തന്നെ മെന്നിനെ സപ്പോർട്ട് ചെയ്തും അല്ലാതെയും നിങ്ങൾക്ക് പറയാം. അപ്പോൾ അത് നിങ്ങളുടെ ദാറ്റ് ഈസ് ആസ് പെർ യു, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. ഓക്കെ, ഇനി എന്താണ് ഈ വാക്കുകളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇമ്പൾസീവ്ലി എന്ന് പറഞ്ഞാൽ വലിയ മുൻവിചാരമില്ലാതെ. സോ ഇറ്റ് വാസ് ആൻ ഇമ്പൾസീവ് ആക്ട്. ഏതായിരുന്നു ഇമ്പൾസീവ് ആക്ട്? മുൻവിചാരമില്ലാതെ ചെയ്ത ആക്ട് ഏതായിരുന്നു? ടു സെറ്റ് ഫയർ ഓൺ ഹർ സാരി. പിന്നെ എൻറേജ്ഡ്, വലിയ ദേഷ്യം. പിന്നെ മേക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻ ഷോയിങ് ആങ്കർ ഓർ ഡിസ്ലൈക്ക്. നമ്മൾ മുഖമൊക്കെ ഇങ്ങനെ ചുളുക്കുകയല്ലേ, അതാണ് മേക്ക് ഫേസസ് എന്ന് പറയുന്നത്. ഇനി ഡങ് പിക്കർ എന്ന് പറഞ്ഞാൽ ചാണകം വാരുന്നയാൾ. ഇത്രയാണ് നമ്മൾ ഈ ലെസണിൽ നിന്ന് നോക്കിയത്. ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ എഴുതേണ്ടതെന്ന് മനസ്സിലായില്ലേ?
അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ലെസണിൻ്റെ അതിനകത്ത് ഫസ്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഏത് ക്യാരക്ടറിനെയാണോ പറഞ്ഞിരിക്കുന്നത് അയാളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരു 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 3-4 സെൻറ്റൻസിൽ പറയണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കണ്ടോ, നോമിത ഈസ് വൈഫ് ഓഫ് അജിത്ത്. ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോഴത്തെ അവളുടെ ബാക്ക്ഗ്രൗണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് ക്യാരക്ടറാണെങ്കിലും, അജിത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണെങ്കിലും നോമിറ്റയുടെ ക്യാരക്ടർ സ്കെച്ചാണെങ്കിലും ഒരു 3-4 സെൻറ്റൻസിൽ അത് പറയണം. എന്നിട്ടാണ് ബാക്കി സംഭവം നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. ബാക്കി ഭാഗങ്ങൾ ഇനി അടുത്ത ലെസണാണ്. അടുത്ത ലെസൺ ഫോക്കസ് ഏരിയയുടെ അടുത്ത ലെസണായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിട്ട് പുതിയ വാക്കുകൾ നിങ്ങൾ എഴുതി പഠിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും പുതിയ വാക്ക് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എഴുതി പഠിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈസിയാകും പഠിക്കാൻ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.